അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ 5th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഗിഫ്റ്റും കേക്കും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പർച്ചേസും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കണ്ടു നോക്കുക. അങ്ങനെ ഒരു ഉച്ചരെല്ലാം ആകുമ്പോൾ ഞാൻ അവളെ വീട്ടിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഓളന്നെയാണ് കേട്ടോ കൂട്ടാൻ വന്നിട്ടുണ്ടായത്. ഇനി നോമ്പല്ലേ, കുറേ ആയില്ലേ കാണാത്ത, ഇനിയിപ്പോൾ ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്നെല്ലാം പറ്റി അങ്ങനെ ഒരു 2 മണിയിലാകുമ്പോൾ കൂട്ടാൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അസുരെല്ലാം കഴിഞ്ഞപ്പാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാനെല്ലാം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതുവരെ ഒക്കെ നമ്മളിങ്ങനെ സെറ്റാക്കിയതോ ഒന്നും അറിയില്ലേനു. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വന്ന് ബെല്ലടിച്ച് വെച്ച് ഫസ്റ്റ് വന്നത് മോളാണ് കേട്ടാ. അപ്പോൾ നമ്മളെ പ്ലാൻ ചെറുങ്ങനെ ഒന്ന് അവിടെ ഒരു ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. മോളപ്പം തന്നെ അതാ ഗിഫ്റ്റ് അതാ കേക്ക് അതാ എന്നെല്ലാം പറഞ്ഞിട്ട് ഓളെ വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നല്ല ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടാ. നമ്മൾ കുറേ ആയി ഇതേപോലെയെല്ലാം ഒന്ന് സെറ്റാക്കി പ്ലാൻ ചെയ്തിട്ട്. ആദ്യം ഞാൻ തറവാട്ടിലുള്ള ടൈം നമ്മൾ ബർത്ത്ഡേക്കെല്ലാം ഇങ്ങനെ സെറ്റാക്കലുണ്ട് കേട്ടാ. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത്, എൻ്റെ റൂം ടൂർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഫ്രെയിം കണ്ടിനല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ബർത്ത്ഡേക്ക് കെട്ടിയതാണ്. അങ്ങനെ ഇതാണ് കേട്ടാ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 പണ്ട് മുതലേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീടെടുത്ത് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടാ അത്ര വലിയ ഒരു പണ്ടത്തെ ഒരു വൈബ് ഇപ്പം ഇല്ലാത്തത്. അങ്ങനെ അധികം ഇപ്പം കാണുന്നില്ലല്ലോ. ഞാനിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അവരുണ്ടാവും കാണൂ. പിന്നെ എപ്പെങ്കിലും അവരിവിടെ വന്നാലേ കാണൂ. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യുന്നുണ്ട്. ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒറ്റക്ക് പോയിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ മുന്നിൽ നിന്ന് അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടാ. അപ്പം ഗിഫ്റ്റ് എല്ലാം നമ്മളൊരു ഹാമ്പർ പോലെ സെറ്റാക്കാന്ന് വിചാരിച്ചതിനും പിന്നെ ആ വ്ലോഗിൽ പറയുന്നുണ്ട് രാത്രി ഭയങ്കരമായിട്ട് ലേറ്റ് ആയതിനും എല്ലാം സെറ്റ് ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഫാൻസി കയറിയിട്ട് അവർ ചെരുപ്പിന്റെ ബോക്സിലാണ് കേട്ടോ എല്ലാം സെറ്റാക്കി തന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫ്രെയിമും ചെരുപ്പും ഒരു ഡ്രസ്സുമാണ് കേട്ടാ ഇത് വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ കേക്ക് എന്നിട്ട് അവർ ഡെലിവറി ചെയ്തത് എൻ്റെ ഫ്രണ്ടിന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അവളുടെ വീട്ടിലേക്കാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ എല്ലാം കൂടി അങ്ങനെ എടുത്തിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ വന്നതാണ്. അങ്ങനെ ഇതാ കേക്കും കൂടി അൺബോക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് നാട്ടിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഫോണിൽ നിന്ന് ഹസ്ബൻഡിനെ വീഡിയോ കോൾ ആക്കുന്നുണ്ടേനു. അപ്പോൾ എല്ലാം ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണാൻ വേറെ തന്നെ വൈബായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള റെഡ് വെൽവെറ്റ് ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായത്. കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ബേക്ക് സ്റ്റോറിലെ കേക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് കട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ലാസ്റ്റ് ഓളെ മോള് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. ഇപ്പം ഇതാ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് മേലത് കട്ട് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ മേലോട്ടേക്ക് പോയതാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ആ താഴത്തെ കോർണർ തന്നെ കട്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ 5 years of love എന്നാണ് കേട്ടോ ആ കേക്കിൽ എഴുതിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കേക്കെല്ലാം തിന്ന് കുറേ നേരം സംസാരിച്ചിരുന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി ഇതേപോലെ ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട്. ഇന്ന് പിന്നെ വേറെ പരിപാടിയൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ടൈം അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കലേനു. മഗ്‌രിബ് വരെ നമ്മൾ 3 ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ ഇതാ കേക്കെല്ലാം കഴിച്ച് പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം അങ്ങനെ പ്ലാനാക്കി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ആ കേക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നട്ട്സിൻ്റെ പീസെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനു. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് വർത്താനം പറഞ്ഞ് അപ്പോഴത്തേക്കന്നെ ഓളെ ഉമ്മ കുറച്ച് ജ്യൂസെല്ലാം കുടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നിരുന്നിട്ട് ഓരോ പോസിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മൾ 3 പെൺകുട്ടികൾ തന്നെയാണ്. അപ്പം നമ്മൾ അവരെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഇരുത്തുമ്പോഴത്തേക്ക് എൻ്റെ മോൾ എന്ത് കളിച്ചിട്ടും ഇരിക്കുന്നില്ല. അതിപ്പോൾ ഞാനിങ്ങനെ നല്ല ഡ്രസ്സെല്ലാം ഇട്ട് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ആ ഒരു ടൈപ്പ് ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈമന്ന് കീഴില്ല കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എല്ലാം എടുത്ത് കുറേ ആയി ഇതേപോലെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട്. ആദ്യമെല്ലാം ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനും. അങ്ങനെ ഡെയിലി ഫോട്ടോ എടുക്കും ഒരു കാര്യമില്ലെങ്കിലും. പക്ഷെ ഇപ്പം മക്കളെല്ലായിട്ട് ഇതുവരെ ഒരു മര്യാദക്ക് ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ആയി വിചാരിക്കുന്ന ഒരു ഫോട്ടോസ് എടുക്കണം. നമ്മളെല്ലാവരും
മൂന്നാളും മക്കളെ എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കണം എന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ സമയം പോകുന്നത് തീരെ തോന്നിയിട്ടില്ല കേട്ടാ. പിന്നെ രാത്രിയെല്ലാം ആയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.